രേണുസുതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ വീഡിയോ കൂടെ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും. അല്ല, രേണുസുതിയുടെ ചേച്ചിയില്ലേ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്നേ? അതെന്തിനാ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്നേ? സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണുസുതി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഇനിയും എടുക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്കിൽ പോലും എന്നേക്ക് കുറേ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന് കുറേ മെസ്സേജസ് അയക്കുന്നുണ്ട്. അതായത് ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സംഭവങ്ങളുമാണ് എനിക്ക് വന്ന് മെസ്സേജ് ആയിട്ട് ഇടുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ തന്നെ നോക്കുന്ന മറ്റൊരു വിഷയമാണ് രേണുസുതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എൻ്റെ അടുത്ത് മീൻസ് റീൽസ് വഴി നമ്മൾ എല്ലാ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ, അതായത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് രേണുസുതി നമ്മുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പറയണം. അതിനുശേഷം ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാപുരോഹിതനെ എല്ലാവരും കൂടെ ഏറിൽ കയറ്റുകയാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയായിട്ടും പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അല്ലാതെ എന്തുവാ പറയുന്നത്, വലിച്ചു കീറി ഒട്ടിക്കാനോ ട്രോളാനോ റോസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല ഈ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. കുറച്ച് ആളുകളുണ്ട്, കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ റിയാലിറ്റി സംഭവങ്ങളൊന്നും അറിയാതെ എന്തോ ഇതിൻ്റെ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോന്ന് അറിയാതെ കുറേ ആളുകളുണ്ട്. അത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് മനസ്സിലായി. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിരവധി ആൾക്കാർ വന്ന് സന്ദേശം പറഞ്ഞ വിഷയം എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നൊരു സംഭവം എന്തോന്ന് അറിഞ്ഞൂടാ. കാരണം രേണുസുതി വന്നിട്ട് എവിടെ രേണുസുതിക്ക് അസുഖം ഉണ്ടെന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടില്ല. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രേണുസുതി വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നോട്ട് എ പോയിന്റ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണ് ഇതുവരെ രേഷ്മ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അതായത് ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാർ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും മറ്റും വരുന്ന റീൽസ് സംഭവങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്ങാണ്ടൊക്കെ എവിടെങ്ങാണ്ടൊക്കെ കത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല രേണുസുതിക്ക് അസുഖം ഉണ്ടെന്നും പറയത്തില്ല, രേണുസുതിക്ക് അസുഖം ഇല്ലെന്നും പറയത്തില്ല. എൻ്റെ റിയാലിറ്റി എനിക്കറിയാം, പിന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. അതായത് അസുഖമുള്ള ഒരാളാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത്, എനിക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന്. ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം രേണുസുതിക്കുന്ന ഈ ഒരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിലും അത് വേഗം സുഖപ്പെടട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു അസുഖത്തിന്റെ ആ ഒരു ആഴം എന്തോരം ഉണ്ടെന്ന് നമുക്ക് പേഴ്സണലി അറിയാം. അതായത് നമ്മൾ കാണുന്നതാണ് ഇതോട്ടുള്ള അസുഖമുള്ളവരൊക്കെ ആ അവസ്ഥയായാലും ഇൻസ്റ്റാഗ്രാം റീൽസിൽ കൂടെ ആയാലും മറ്റും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു പനി പോലും ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്ന രേണുസുതിയുടെ ശത്രുവാണ് ഞാനെന്ന്. ഒരിക്കലും ഇല്ല. കാരണം രേണുസുതിയുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യമില്ല. രേണുസുതി എന്നല്ല, ഞാൻ ഇന്ന് വരെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവർ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കുന്ന മെസ്സേജസ് എങ്ങനെയാണ്, നെഗറ്റീവ് മെസ്സേജസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമോ എന്തെങ്കിലും അവർ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറയുമ്പോൾ മാത്രമാണ് റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് ഈ ഒരു ചാനൽ ഞാൻ തുറന്നു വെച്ചിരിക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത് എൻ്റെ വായിൽ കൂടി ശബ്ദമായി പുറത്തേക്ക് വരുന്നത് കേൾക്കാൻ വേണ്ടി നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒരു ഒറ്റ കാരണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കോപ്രായങ്ങളും മെസ്സേജസും സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുവെക്കുമ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്ത് നാല് ആൾക്കാരിലോട്ട് കാണിക്കുന്നത് തെറ്റൊന്നുമല്ല. സോഷ്യൽ മീഡിയ വരുന്ന സംഭവങ്ങൾ റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് സോഷ്യൽ മീഡിയ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രൈവസി പോളിസി എടുത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വരുന്ന ഇതേപോലുള്ള ടോപ്പിക്കുകൾ ഞാൻ സംസാരിക്കുക. രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചേച്ചിയുടെ വിഷയമാണെങ്കിൽ പോലും ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കോ. ഒരിക്കലും ഞാനൊരു പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ സോഷ്യൽ മീഡിയ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ചേച്ചിയുടെ റീൽസ് മാത്രമാണ് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതോട്. അത് ഞാൻ സ്വന്തമായിട്ടൊരു ഡയലോഗ് ഉണ്ടാക്കി പറയുമല്ല. ആ കമന്റ് ബോക്സിൽ നിരവധി ആളുകൾ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷമായിട്ടും ആൾക്കാർ പറയുന്ന ശബ്ദങ്ങൾ എൻ്റെ ഒരു രീതിയിലാക്കി, എൻ്റെ ഒരു സ്റ്റൈലിലാക്കി, എൻ്റെ ഒരു സ്ലാങ്ങിലാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പങ്കുവെക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. അടുത്ത വിഷയമാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. ഈ ഒരു ബിഷപ്പിനെ, ഈ ഒരു മഹാപുരോഹിതനെ നിരവധി ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചേച്ചി എടുത്ത് നിരവധി ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനൽസ് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സംഭവമാണ്. ഇത്രയും വലിയൊരു അലിഗേഷൻസ് രേഷ്മ ചേച്ചിക്കെതിരെ വരുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റൊക്കെ തിരുത്താൻ വേണ്ടി സന്നദ്ധയാവണം. ഈ ഒരു മഹാപുരോഹിതനായിട്ടുള്ള ബിഷപ്പിനെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അത്രയും വലിയൊരു മഹാപുരോഹിതനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു മാപ്പ് ചോദിക്കേണ്ടത് രേഷ്മ ചേച്ചിയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതായത് ചേച്ചി ആണെങ്കിൽ പണ്ട് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതേപോലുള്ള അലിഗേഷൻസ് ഒക്കെ മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു മഹാപുരോഹിതനിലോട്ടായപ്പോൾ നിരവധി ആൾക്കാരും വിശ്വാസികളും എല്ലാം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മാപ്പ് പറയണം. അപ്പോൾ ആ ഒരു മാപ്പ് പറയാൻ വേണ്ടി രേഷ്മ ചേച്ചി മനസ്സ് കാണിച്ചപ്പോൾ ക്ഷമിക്കാൻ വേണ്ടി ആ ഒരു പുരോഹിതനെ മനസ്സ് കാണിക്കണ്ടേ? അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി, ആ ഒരു പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതനായിട്ടുള്ള മെത്രാനാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് വന്ന് ആരെങ്കിലും ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ക്ഷമ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠമാണ് ക്ഷമിക്കുന്നത് എങ്ങനെയാണ്, ആരടുത്താണ് ക്ഷമിക്കേണ്ടത്, തന്നെ പോലെ തന്നെ തൻ്റെ അയൽവാസികളെ സ്നേഹിക്കണം. ഇതൊക്കെ ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുള്ളതായി. പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ കാണുന്നത് കൂടുതൽ അമ്മമാരാണ്. അപ്പോൾ പിന്നെ അവർക്കറിയാലോ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ക്ഷമിച്ചതിൽ എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ഷമ ചോദിക്കാൻ വേണ്ടി ഇത്രയും വലിയ
വലിയ അലിഗേഷൻസ് മുമ്പിലോട്ട് വെച്ച് രേണു ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ കൊടുക്കാൻ വേണ്ടി ബിഷപ്പ് ഉറപ്പായിട്ടും സന്നദ്ധനായിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് കണ്ടിട്ട് കുറേ ആൾക്കാരെ കുരി പൊട്ടിയിട്ട് കുറേ ആൾക്കാർ കമന്റ് സംഭവങ്ങളും ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലുപരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രേഷ്മ ചേച്ചിയുടെ വിഷയം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കി വിട്ട്. കാരണം കുറേ പീക്ക് ഡയലോഗ് സംഭവങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കി വിട്ടതിനെ തുടർന്നിട്ട് രേഷ്മ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനൽസ് ആരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു അസുഖത്തിനെ തുടർന്നിട്ട് നിരവധി അലിഗേഷൻസ് ആണ് രേഷ്മ ചേച്ചിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു റിയാലിറ്റി അറിയാൻ നമ്മൾ എന്തെങ്കിലും കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ രേഷ്മ ചേച്ചി വന്ന് എന്തെങ്കിലും ഒരു റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് എന്തോ വിശ്വസിക്കാം. അല്ലാതെ വല്ലവരുടെ വായിന്ന് കേട്ടറിയുന്നതിനേക്കാൾ രേഷ്മ ചേച്ചിയുടെ വായിൽ നിന്ന് കേട്ടറിയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസം. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു അലിഗേഷൻ സംഭവങ്ങളും ആകുമ്പോൾ. ഇനി രേഷ്മ ചേച്ചി ഇട്ടിട്ടുള്ള 1-2 പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ ബിഷപ്പിൻ്റെ കൂടെ വയ്ക്കുന്ന ഒരു പോസ്റ്റ്. ഋതപ്പന് നിപ്പുണ്ട്, രേണു സുധി നിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ബിഷപ്പ് നിപ്പുണ്ട്. ഈ 3 പേരാണ് ആ ഒരു പോസ്റ്റിൽ നിൽക്കുന്നത്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഈ ഒരു തെറി വിളിച്ചുകൊണ്ടാണ് കമന്റ് ഇട്ടേക്കുന്നത്. കാരണം 2 പേർക്ക് നിലപാടില്ല എന്നാണ് ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത്. പക്ഷേ കുറച്ച് വിവരമുള്ള ആൾക്കാർ ആ ഒരു കമന്റ് ബോക്സിലുണ്ട്. നിങ്ങൾക്കറിയാം, നല്ലത് കണ്ടാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും ഒരു എന്തുവാ പറയുന്നത്, ഒരാൾ ക്ഷമിച്ച് വിടുമ്പോൾ അതിനകത്ത് കുറ്റം പറയാൻ വേണ്ടി നിരവധി ആൾക്കാർ കാണുമല്ലോ. മനസ്സിലായല്ലോ? ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കമന്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ അത് രേണു സുധിയെ സംബന്ധിച്ചിടുമ്പോൾ 1-2 ആൾക്കാർ മാത്രമേ നെഗറ്റീവ് കമന്റ്സ് ഇടത്തുള്ളൂ. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, എന്നെ നല്ലത് പറഞ്ഞിരുന്ന കമന്റ് കണ്ട് ഞാൻ സന്തോഷിക്കാറില്ല. പിന്നെ എന്നെ മോശം പറഞ്ഞിരുന്ന കമന്റ് കണ്ടിട്ട് ഞാൻ എന്തിനു വിഷമിക്കണം? ചുമ്മാ പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ലത് പറഞ്ഞിരുന്ന കമൻറ്റൊക്കെ കണ്ടിട്ട് ഞാൻ സന്തോഷിക്കാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, രേണു സുധി പിന്നെ ഇട്ടിട്ടുള്ള ഒരു 1-2 റീൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കാണാൻ പറ്റും. ആ റീൽസ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാൻ. നോക്കിക്കോ. ണ്ടല്ലോ, കണ്ടവർക്ക് മനസ്സിലായി കാണും. ആ നിൽക്കുന്നത് രേണു സുധിയുടെ ചേച്ചിയാണ്. ചേച്ചി ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനും സംഭവങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് ഈ അസുഖം അല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തിനാ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു, ഹോസ്പിറ്റലിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അസുഖം ആവണമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. പനി ആയാലും ഹോസ്പിറ്റലിൽ നിൽക്കാം. അതുകൊണ്ട് തന്നെ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് മുമ്പിൽ തന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം നിലവിൽ രേഷ്മ ചേച്ചിക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അലിഗേഷനാണ് രേഷ്മ ചേച്ചി എയർപോർട്ടിൽ, അതായത് ബഹ്റിനിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രൊമോഷനോ മറ്റോ ആയിട്ടാണ് രേഷ്മ ചേച്ചി ബഹ്റിനിലോട്ട് പോയിട്ടുള്ളത്. അവിടെ നിന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ 3 മണിക്കൂറോളം രേഷ്മ ചേച്ചി ആ ഒരു എയർപോർട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം. അതായത് 3 മണിക്കൂർ ചെക്കിങ്ങിന് ശേഷമാണ് രേഷ്മ ചേച്ചി ഇറക്കി വിട്ടിട്ടുള്ളത് എന്നൊരു അലിഗേഷൻ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ റിയാക്ഷൻ ചാനലിൽ ആരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഈ സോഷ്യൽ മീഡിയ തന്നെ കറങ്ങുന്ന സംഭവങ്ങളാണ് റിയാക്ഷൻ ചാനൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ വരുന്നതാകുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് തന്നെ റിയാക്ട് ചെയ്യാനുള്ള 100% റൈറ്റ്സും ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി ഇനി ഇങ്ങനെയുള്ള വിവരക്കെട്ട കമൻറ്റ് സംഭവങ്ങളും ഒക്കെ ഇടാവും. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധി എന്ന് പറഞ്ഞ ചേച്ചി ഇത്രയും നാൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ രേഷ്മ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് രേഷ്മ ചേച്ചിക്ക് അസുഖമുണ്ട് എന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം തുടർന്ന് ആ കുട്ടികളെ ഓർത്തിട്ട് വല്ല ചിലവിനോ വല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ ആയാലും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്, അത് സബ്സ്ക്രിപ്ഷനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം ഇഷ്ടംപോലെ വിമർശനങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ആദ്യമായിട്ട് കിട്ടുന്ന ഒരാളായിരിക്കും ഈ രേഷ്മ ചേച്ചി. ഈ രേഷ്മ ചേച്ചി ഇത് തുടങ്ങിയപ്പം നിരവധി ആൾക്കാർ കുറ്റം പറഞ്ഞെങ്കിൽ പോലും 7 ലക്ഷം രൂപയൊക്കെയാണ് മാസം കിട്ടുന്നത്. അപ്പോഴും ആൾക്കാർക്ക് കുരുപൊട്ടിയിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുരുപൊട്ടിയിട്ടൊന്നും അല്ല, ഈ വിമർശിക്കാൻ വേണ്ടി തന്നെ. കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഒരു കൊച്ചു സ്കൂളിൽ ഇപ്പോൾ ഋതപ്പനായാലും പിന്നെ കിച്ചു ചേട്ടൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇത്രയും നെഗറ്റീവ് വാരി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേച്ചിക്ക് ഇങ്ങനെ വല്ല അസുഖമോ സംഭവങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഒരു സേവിങ്സ് വല്ലതും ചെയ്യാൻ വേണ്ടി ആയിരിക്കണമായിരിക്കും ഈ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ രേഷ്മ ചേച്ചി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വീട് വെക്കണം, ഞാനെനിക്ക് 3-4 മാസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ വീട് വെച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് താമസം മാറും എന്നൊക്കെ. അപ്പോൾ സബ്സ്ക്രിപ്ഷനിലെ കാശ് എടുത്താണ് വീട് വാങ്ങുന്നതെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മഹേന്ദ്രയുടെ 700 എന്തുവാ പറയുന്നത്, മഹേന്ദ്രയുടെ സ്കോർപ്പിയോ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു കാർ പുതുതായിട്ട് ഏതാണ്ട് വന്നിട്ടുള്ളത്. ആ ഒരു കാറൊക്കെ എടുക്കാൻ പോകുന്നു, 7 സീറ്റർ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സബ്സ്ക്രിപ്ഷൻ വഴിയാണെന്ന് തോന്നുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഈ സംഭവങ്ങളൊന്നും ചേച്ചി ഇനി മുമ്പിലോട്ട് വെക്കുമെന്ന്. ഇപ്പോൾ രേഷ്മ ചേച്ചിയുടെ പോകുന്ന ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സെന്റിമെന്റ്സ് പിടിച്ചു പറ്റുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. ഇനി രേഷ്മ ചേച്ചി ക്ലാരിറ്റി ഒക്കെ ആയിട്ട് രംഗത്ത് വരുമെന്നാണ് ഇതിനോടകം തന്നെ നമുക്ക് അറിയാൻ പറ്റി കഴിഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽസ്. അതായത് കൂടുതൽ ആൾക്കാർ പറയുന്നത് എന്തുവാ, ഒരു ഭാഗം ആൾക്കാർ പറയുന്ന അസുഖമുണ്ടെന്ന്, ഒരു ഭാഗം ആൾക്കാർ പറയുന്നത് ഇല്ലെന്ന്. പിന്നെ രേഷ്മ ചേച്ചി എന്നെ നേരിട്ട് എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇതിൽ നമുക്ക് ഏത് വിശ്വസിക്കണം? അതിന് മുഴുവനായിട്ട് രേഷ്മ ചേച്ചി ഒരു ക്ലാരിറ്റി തരുന്നതിൻ്റെ അന്നേ നമുക്കിതൊക്കെ വിശ്വസിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ വോയിസ് ഇട്ടെന്നോ ഒരാൾ സ്ക്രീൻഷോട്ട് ഇട്ടെന്നോ പറഞ്ഞ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ രേഷ്മ ചേച്ചി ഒരു ക്ലാരിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. ഈ ഒരു സംഭവങ്ങൾ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം കുറേ ആൾക്കാരാണ് എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ മറുപടി കൊടുക്കാനുള്ള പാടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്താൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഇത്ര കണ്ടിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. നേരെ എല്ലാവർക്കും ബൈ.